കോട്ടയം തിരുവാതുക്കലിൽ ഹോട്ടൽ ഉടമയെയും ഭാര്യയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന സങ്കടകരമായ വാർത്ത വരുന്നു. വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ചത്. വീട്ടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമാണോ എന്ന് സംശയം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് വിവരം? SKN ഈ പുലർച്ചെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാതുക്കലാണ്. ഇവിടെ ഈ ശ്രീവത്സം എന്ന് പറയുന്ന വീട്, ആ വീട്ടിൽ രണ്ടുപേരെ മരണപ്പെട്ട നിലയിൽ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസിന് 8:45 ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് വന്ന് നോക്കിയപ്പോഴാണ് ഈ രണ്ടുപേർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകമാണെന്നുള്ളൊരു സൂചന മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രാവിലെ വേലക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ, കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും വെസ്റ്റ് പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്ന ദൃശ്യവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന കോട്ടയത്തെ പ്രധാനപ്പെട്ട ഓഡിറ്റോറിയം, അതിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ചതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൊലപാതകമാണെന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. വലിയൊരു വീടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവരം പോലീസിന് പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. രാവിലെ വേലക്കാരി വന്ന് വീട് തുറന്നപ്പോഴാണ് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കോട്ടയം ടൗണിലാണ്, നഗര മധ്യത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകേണ്ട ആവശ്യം കൂടിയുണ്ട്. കൗൺസിലർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൗൺസിലറോട് ചോദിക്കാം. കൗൺസിലർ, എന്നാ സംഭവിച്ചെന്താന്ന് അറിയാമോ? അകത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ രണ്ടുപേരും മരിച്ചു കിടക്കുന്നതായിട്ട് വേലക്കാരി പറഞ്ഞെന്ന് പറഞ്ഞാണ് നാട്ടുകാർ അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അകത്ത് ഇവിടുത്തെ വിജയകുമാർ സാറും അതുപോലെ തന്നെ വൈഫ് രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് പോലീസ് വന്നതിൻ്റെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം തുടങ്ങാനായി. ഇത് എല്ലാം കാര്യങ്ങൾ പോലീസ് എത്തിയിട്ടുണ്ട്. മൊത്തം പോലീസ് തന്നെ എത്തിയിട്ടുണ്ട്. ബാക്കി ഡിവൈഎസ്പി ഒക്കെ ഇപ്പോൾ തന്നെ വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. വാച്ച്മാനായിട്ട് പുറകിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് വാച്ച്മാൻ ഇത് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പം വീട് തുറന്നു കിടക്കുകയാണ്. വേലക്കാരി വന്ന് അകത്തോട്ട് സാറിന് പുറവശമാണ് തുറന്നിടാറുള്ളത്. പുറവശത്തൂടെ നോക്കിയപ്പോൾ അടഞ്ഞു കിടക്കുന്നു. ഫ്രണ്ടിൽ കൂടെ കയറുകയായിരുന്നു ചെയ്തത്. അപ്പം ഫ്രണ്ടിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. കയറിയപ്പോൾ ആദ്യം ഇവിടുത്തെ വിജയകുമാർ ആയിരുന്നു. പുള്ളി അദ്ദേഹം കിടക്കുന്ന കണ്ടു. നോക്കിയപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും അകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയായിരുന്നു. SKN, അതാണ് കൗൺസിലർ, വാർഡ് കൗൺസിലർ ടോം കോരയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോൾ ആ സംഭവം നടന്ന വീടിനുള്ളിലുണ്ട്. എന്നാൽ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. രാവിലെ വേലക്കാരി വന്ന് സാധാരണ പിൻവാതിൽ വഴിയാണ് കയറുന്നത്. അത് തുറക്കാത്തത് കൊണ്ട് മുൻവശത്തെ വാതിൽ വന്ന് തട്ടി നോക്കിയപ്പോഴാണ് ഡോറ് തുറന്നു കിടക്കുന്നത് കാണുകയും ഈ ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പുരുഷനായിട്ടുള്ള വിജയകുമാർ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടു. മറ്റേ ആളും, അതായത് ഭാര്യയും അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവരാണ് ഉടൻ തന്നെ നാട്ടുകാരെ വിളിക്കുന്നതും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നഗരമധ്യത്തിലാണ് ഈ സംഭവം നടന്നത്. നിരവധി ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. പോലീസിന്റെ എസ്പിയും ഡിവൈഎസ്പിയും എല്ലാം അല്പസമയത്തിനുള്ളിൽ ഫോറൻസിക് വിഭാഗവും എല്ലാം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വരികയുള്ളൂ. കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുമുണ്ട്. SKN, ഈ വല്ലാത്ത സങ്കടകരമായ കാര്യമായി. ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥലെ അതിൻ്റെ ഓണർ വിജയകുമാറിനെ ഒരുപാട് ആളുകൾക്ക് അറിയാം. ഷോക്കിംഗ് ആയിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള പെട്ടെന്ന് വിവരം ലഭിക്കട്ടെ എന്ന് നമുക്കറിയാൻ കഴിയുന്നത്.